അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ചുള്ള അറിവുകൾ ഷെയർ ചെയ്യുന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് അജ്ഞാതനായ കുത്തുബിനെ കുറിച്ചുള്ള ഒരു ചരിത്ര സംഭവമാണ്. ഷെയ്ഖ് നജ്മുദ്ദീൻ ഇസ്ബഹാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നു, എന്നോടൊരിക്കൽ ഒരു സൂഫി പറഞ്ഞു, താങ്കൾ ഈജിപ്തിൽ ചെന്നാൽ കുത്തുബിനെ കാണാൻ കഴിയും. കുത്തുബുസ്സമാൻ, കാലത്തിൻ്റെ കുത്തുബ്. ആ ഘട്ടത്തിൽ ഓരോ കാലഘട്ടത്തിലും അള്ളാഹു ഓരോ കുത്തുബുസ്സമാനിനെ നിയോഗിക്കുമെന്നാണ് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. ഈജിപ്തിൽ ചെന്നാൽ കുത്തുബിനെ കാണാൻ കഴിയും. അദ്ദേഹത്തെ തിരിച്ചറിയാൻ പ്രയാസമുണ്ടായിരിക്കുമെങ്കിലും അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ താങ്കൾക്ക് കുത്തുബിനെ കാണാം. ജനങ്ങൾക്കൊന്നും അദ്ദേഹത്തിൻ്റെ ഉന്നത പദവി മനസ്സിലായിട്ടില്ല. അത് ആരെയും അറിയിക്കാതെ രഹസ്യമാക്കി വെക്കാൻ ആ മഹാത്മാവ് ആഗ്രഹിക്കുന്നത് കൊണ്ടാണത് എന്നാണ് ഈ സൂഫി ഷെയ്ഖ് നജ്മുദ്ദീൻ ഇസ്ബഹാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളോട് പറയുന്നത്. ഷെയ്ഖ് പറയുന്നു, ഞാൻ കുത്തുബിനെ കാണാൻ ആഗ്രഹിച്ച് പുറപ്പെടുകയാണ്. ദീർഘമായ യാത്രയാണ്. യാത്രക്കിടയിൽ വഴിയിൽ വെച്ച് ചിലർ എന്നെ പിടികൂടി. ഞാനൊരു ചാരനാണെന്നാണ് അവർ പറയുന്നത്. എൻ്റെ കയ്യിൽ വിലങ്ങ് വെച്ച് കൊണ്ടുപോയി. ചിലർ പറഞ്ഞു, ഇയാളെ നമുക്ക് കൊന്നുകളയണം. ചിലർ എതിർത്തു, വേണ്ട, നമുക്കിവനെ കെട്ടിയിട്ടാൽ മതി എന്ന് മറ്റു ചിലർ. അവരെന്നെ കെട്ടിയിടുകയാണ്. രാത്രി വളരെ ചിന്താഭക്തനായി. ഞാൻ മരിക്കാൻ പേടിയില്ല, പക്ഷേ അള്ളാഹുവിനെ പറ്റി പഠിക്കുന്നതിന് മുമ്പ് മരിക്കേണ്ടി വരുമല്ലോ എന്നതായിരുന്നു എൻ്റെ സങ്കടം. ഷെയ്ഖ് നജ്മുദ്ദീൻ ഇസ്ബഹാനി റഹ്മത്തുള്ളാഹി അലൈഹി ചരിത്രം വിവരിക്കുന്നത് ഇങ്ങനെ: ഞാൻ ഒരു ഗാനം ആലപിച്ചു. ഇമ്രുൽ ഖൈസിൻ്റെ ചില വരികൾ ഉൾക്കൊള്ളുന്ന ആ ഗാനത്തിൻ്റെ മലയാളത്തിൽ ആശയം പറയുകയാണെങ്കിൽ അത് ഇങ്ങനെയാണ് വരുന്നത്. അതായത്, ഞാനിതാ എൻ്റെ പാദരക്ഷകൾ അണിഞ്ഞ് എല്ലാ തൈബരകളിലൂടെയും അലയുന്നു. യാത്രാക്ഷീണം എൻ്റെ ശരീരത്തെ ബാധിക്കുന്നു. ചക്രവാളങ്ങളിൽ ഞാൻ ചുറ്റി സഞ്ചരിച്ചു. അവസാനം ഈ ഉദ്ദേശം, അതായത് എൻ്റെ കുത്തുബിനെ കാണാനുള്ള മോഹം കൊണ്ട് സംതൃപ്തനായി ഞാൻ യാത്ര തിരിച്ചു എന്ന അർത്ഥം വരുന്ന ഒരു ബൈത്ത് ഇദ്ദേഹം പാടുകയാണ്. ഇങ്ങനെ ഏതാനും ഈരടികൾ ഞാൻ പാടിക്കഴിഞ്ഞപ്പോൾ ഒരു അജ്ഞാതൻ എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് എന്നെ അയാൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അയാൾ എന്നോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ ദാസ, എഴുന്നേൽക്കൂ, താങ്കൾ അന്വേഷിച്ച് നടക്കുന്ന കുത്തുബ് ഞാനാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് അദ്ദേഹം എൻ്റെ കെട്ടുകൾ അയച്ചു വിട്ടു. ഉടനെ അയാൾ അപ്രത്യക്ഷനായി. ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഈജിപ്തിലെത്തി. അവിടെയെല്ലാം അന്വേഷിച്ചെങ്കിലും കുത്തുബിനെ പറ്റി ഒരു വിവരവും കിട്ടിയില്ല. കൂടുതൽ അന്വേഷിച്ചപ്പോൾ അബു അബ്ബാസുൽ മുർസി റഹ്മത്തുള്ളാഹി അലൈഹി എന്നൊരു ഫക്കീറിനെ കണ്ടുമുട്ടി. ഞാൻ അത്ഭുതപ്പെട്ടുപോയി. അതായത്, എന്നെ കെട്ടയച്ചു വിട്ട ആ മനുഷ്യൻ, എനിക്ക് ബോധ്യമായി അദ്ദേഹമാണ് അജ്ഞാതനായ കുത്തുബ്. സലാം ചൊല്ലിയപ്പോൾ അദ്ദേഹം സലാം മടക്കിയ ശേഷം പറഞ്ഞു, താങ്കളുടെ പാട്ട് എന്നെ ആകർഷിച്ചു. ഇമ്രുൽ ഖൈസിൻ്റെ വരികൾ ഉൾക്കൊള്ളിച്ച ആ ഗാനം കേട്ട് കനിവ് തോന്നിയത് കൊണ്ടാണ് ഞാൻ പ്രത്യക്ഷപ്പെട്ട് താങ്കളെ രക്ഷിച്ചത്. ആ മഹാത്മാക്കൾ രണ്ടുപേരും അള്ളാഹുവിനെ വാഴ്ത്തി. ഷെയ്ഖ് നജ്മുദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ച് കുറേ കാലം അദ്ദേഹത്തോടൊപ്പം ജീവിച്ചു. പിന്നെ ഷെയ്ഖ് നജ്മുദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഗുരുവിൻ്റെ ആജ്ഞപ്രകാരം മക്കയിലേക്ക് പോയി. മരണം വരെ അവിടെ ഇബാദത്തിൽ കഴിഞ്ഞുകൂടി. അള്ളാഹു അവരുടെ ഹക്ക് കൊണ്ട് നമ്മെ വിജയികളാക്കുമാറാകട്ടെ. ആമീൻ. സഹോദരന്മാരെ, ഇവരൊക്കെ ഈ ദുനിയാവിൽ ജീവിച്ച മനുഷ്യന്മാർ തന്നെയാണ്. എന്നുവെച്ചാൽ നമ്മളെപ്പോലെ ഭക്ഷണവും വെള്ളവും ദുനിയാവിൻ്റെ സൗകര്യങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഈ ദുനിയാവിൽ കഴിഞ്ഞവർ. ആധുനികമായിട്ടുള്ള കുറേ ടെക്നോളജികൾ, അതായത് നമ്മുടെ മൊബൈൽ ഫോണും ഈ ടി വിയും അതുപോലെയുള്ള വാഹന സൗകര്യങ്ങളും
അതുപോലെ തന്നെ കറണ്ടിൻ്റെ ലൈറ്റ് പോലത്തെ ഒന്നും ഇല്ല എന്നൊക്കെ മാത്രമേ ഈ പഴയ മനുഷ്യന്മാർക്ക് നമ്മളുമായിട്ട് വ്യത്യാസമുള്ളൂ. അല്ലാതെ ലോകത്ത് ജീവിക്കുമ്പോഴുള്ള ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അക്കാലത്തും ഉണ്ടായിരുന്നു. അവർക്കുണ്ടായിരുന്നു കുഞ്ഞുകുട്ടി പരാധീനതകൾ, അവർക്കുണ്ടായിരുന്നു നമ്മളെ പോലെ ഭക്ഷണം കഴിക്കാനും അതുപോലെ തന്നെ വെള്ളം കുടിക്കാനും അതുപോലെയുള്ള സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ അവർക്കുണ്ടായിരുന്നു. പക്ഷെ അവർ ഇവിടെയുള്ള ദുന്യവിയായ ജീവിതം നശ്വരമാണ് എന്ന് കണ്ടുകൊണ്ട് പരലോക ജീവിതത്തെ തിരഞ്ഞെടുത്തു. നമുക്കാണെങ്കിൽ ദീനിയായ കാര്യങ്ങൾ ഓരോരുത്തരെ പഠിക്കാൻ വേണ്ടി ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നീണ്ട യാത്രകൾ നടത്തി. പക്ഷെ നമുക്ക് നമ്മുടെ കയ്യിൽ എത്തിച്ചു തരുന്നുണ്ട്. ഇസ്ലാമികമായിട്ടുള്ള അറിവുകൾ കൈമാറുന്നതിന് വേണ്ടിയാണ് ഈ ചാനൽ എന്നതിൻ്റെ തുടക്കം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അല്ലെങ്കിൽ അതിൽ വരുന്ന വീഡിയോകളൊന്ന് കണ്ട്, പിന്നെ നല്ലതായിക്കോട്ടെ മോശമായിക്കോട്ടെ കേട്ടോ. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. ഓരോരുത്തർക്ക് ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും തിരുത്തലുകൾ വരുത്താനൊക്കെ അഭിപ്രായം ഉണ്ടെങ്കിൽ അത് പറയാൻ പരമാവധി സ്വീകരിക്കും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും നിങ്ങളെ വലിയൊരു അറിവുള്ള ആളെന്ന് എന്നൊന്നും ചിന്തിക്കുന്ന ആളൊന്നും അല്ല. കിതാബിൽ പറഞ്ഞ കാര്യങ്ങൾ പറയുന്നു. നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും എല്ലാം തിരുത്തലുകൾ പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ചെയ്തു തരും കേട്ടോ, സംശയം വേണ്ട. അപ്പം അതുകൊണ്ട് നമ്മൾ പഠിക്കുക വെറുതെ. കാരണം നമ്മൾ കൂടുതലൊന്നും പൈസ ഒന്നും മുടക്കൊന്നും വേണ്ട. ഒന്നുമില്ലേ ഇതൊന്ന് വീഡിയോ ഒന്ന് കണ്ടുകൂടെ, അത്രമാത്രം. അത് വീഡിയോ കാണണമെന്നില്ല, എന്തെങ്കിലും പണിയെടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് അതൊന്ന് ഓണാക്കി വെച്ച് നിങ്ങൾ കേട്ടാൽ തന്നെ. സാധാരണ എല്ലാവരും പറയലുണ്ട് ഞങ്ങളെ ചാനൽ കാണണം. ഞാൻ കാണണം എന്നല്ല പറയുന്നത്. ഇത് നിങ്ങളെന്തോ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ബ്ലൂടൂത്ത് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കേട്ടാൽ നിങ്ങളെ മനസ്സിൽ പതിയണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.